മഴക്കാലം രോഗങ്ങളുടെ കൂടെ കാലമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത കൈവിടാൻ പാടില്ല. കഴിഞ്ഞ വർഷം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെന്നാണ് കേന്ദ്ര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2023 കേരളത്തിൽ 9770 ഡെങ്കി കേസുകളും 37 മരണങ്ങളുമാണ് റിപ്പോർട്ട് ചെയ്തത്. സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണിത്. അതായത് 2018 4083 കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനത്താണ് 5 വർഷം കൊണ്ട് ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണത്തിൽ ഇരട്ടിയിലേറെ വർധന. 2022 ഇത് 4432 കേസുകളായിരുന്നു. മരണസംഖ്യയിലും 5 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് 2023 ഉണ്ടായത്. 2018 32 ഡെങ്കിപ്പനി മരണമാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. 2019 16, 2020 5 ഇത് കുറഞ്ഞു. എന്നാൽ 2021 27, 2022 29, കഴിഞ്ഞ വർഷം 37 കേസുകൾ വർദ്ധിച്ചു. 2022 കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഡെങ്കിപ്പനി മരണപ്പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 5-ാമതായിരുന്നു. മരണങ്ങളുടെ എണ്ണത്തിൽ 2-ാമതുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്, 14 പേർ. 3-ാമതുള്ള ബീഹാറിൽ 7 പേർ. എന്നാൽ ഈ 2 സംസ്ഥാനങ്ങളും ഉയർന്ന കേസുകളുടെ കാര്യത്തിൽ ആദ്യ 10 സംസ്ഥാനങ്ങളുടെ പട്ടികയിലില്ല എന്നതും ശ്രദ്ധേയം. ബീഹാറിൽ 2515 പേർക്കും ഉത്തരാഖണ്ഡിൽ 1588 പേർക്കുമാണ് ഈ വർഷം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. EDCGT വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇവയെ കാണപ്പെടുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളിലെ അലംഭാവവും ഉറവിട നിവാരണത്തിലെ പിഴവുമാണ് ഡെങ്കി കേസുകൾ ഇത്രയധികം വർദ്ധിക്കുവാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. പനിക്കൊപ്പം തുടർച്ചയായ ഛർദി, വയറിളക്കം, വയറുവേദന, ഏതെങ്കിലും ശരീരഭാഗത്തു നിന്ന് രക്തസ്രാവം, പെട്ടെന്നുണ്ടാവുന്ന ശ്വാസം മുട്ടൽ, ശരീരം ചുവന്നു തടിക്കൽ, ശരീരം തണുത്ത് മരവിക്കുന്ന അവസ്ഥ, വലിയ തോതിലുള്ള തളർച്ച, ശ്വസിക്കാൻ പ്രയാസം, രക്തസമ്മർദ്ദം വല്ലാതെ താഴുന്ന അവസ്ഥ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. അസുഖം വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രോഗബാധിതർ സമ്പൂർണ്ണ വിശ്രമമെടുക്കണം. പനി മാറിയാലും ചുരുങ്ങിയത് 10 ദിവസം കൂടി ശ്രദ്ധിക്കണം. ഉപ്പിട്ട കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം, പഴച്ചാറുകൾ, മറ്റു പാനീയങ്ങൾ എന്നിവ ധാരാളമായി കുടിക്കണം. പകൽ വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും കൊതുകുവലയ്ക്കുള്ളിലായിരിക്കണം. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് കഴിക്കരുത്.